18-ാം വയസ്സിലാണ് ബീന രാധാകൃഷ്ണന്റെ കൈപിടിച്ച് കൂടെ വരുന്നത്. പിണക്കങ്ങളും ഇണക്കങ്ങളും നിറഞ്ഞ ആ സന്തോഷ ദാമ്പത്യത്തിൽ 2 മക്കളുടെ അമ്മയായ സുവർണ കാലഘട്ടമായിരുന്നു ബീനയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം. രാധാകൃഷ്ണനാണ് ആ ജീവിതം മനോഹരമാക്കിയതും. മക്കൾക്ക് വേണ്ടി രാധാകൃഷ്ണൻ ബിസിനസ് തിരക്കുകളിലായിരുന്നപ്പോൾ നല്ല വീട്ടമ്മയായി മക്കളെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയത് ബീനയായിരുന്നു. മക്കളുടെ പഠനകാര്യങ്ങളെല്ലാം ബീന നോക്കി നടത്തിയിരുന്നതിനാൽ തന്നെ രാധാകൃഷ്ണന് അതേക്കുറിച്ച് ആശങ്കപ്പെടേണ്ടിയേ വന്നിട്ടില്ല. അമ്മ മക്കൾ ബന്ധത്തേക്കാൾ ഉപരി കൂട്ടുകാരായിരുന്നു ബീന മക്കൾക്ക്. മക്കളെല്ലാം പറക്കമുറ്റിയതായപ്പോൾ രാധാകൃഷ്ണനൊപ്പം വിശ്രമകാലം ആസ്വദിക്കുകയായിരുന്നു ബീനയും. സദാസമയവും ഇരുവരും ഒപ്പമുണ്ടാകുമായിരുന്നു. ഇണക്കുരുവികളെപ്പോലെ എവിടെ പോകുമ്പോഴും എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ബീന രാധാകൃഷ്ണനൊപ്പം നടന്നിരുന്നു. അങ്ങനെയാണ് നാട്ടുകാരെല്ലാം കണ്ടിട്ടുള്ളതും. ആ മാതൃകാ ദാമ്പത്യമായിരുന്നു റോബിനും ആരതിക്കും മാതൃകയായിരുന്നത്. അവരുടെ സ്നേഹമായിരുന്നു ഇരുമക്കളുടെയും പാഠപുസ്തകവും. ദാമ്പത്യം തുടങ്ങി 35 വർഷങ്ങൾക്കിപ്പുറം പ്രിയപ്പെട്ടവനെ തനിച്ചാക്കി ബീന പോയപ്പോൾ അതിൽ തകർന്നിരിക്കുകയാണ് രാധാകൃഷ്ണൻ. കൃഷ്ണേട്ടനെന്നും ചേട്ടനെന്നും വിളിച്ച് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ബീനയ്ക്ക് വളരെ പെട്ടെന്നാണ് രോഗം സ്ഥിരീകരിച്ചതും ചികിത്സ തുടങ്ങിയതും. പിന്നാലെ രോഗത്തിൻ്റെ അവശതകളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ബീന വീണു. അതുകൊണ്ട് തന്നെ ആ വേർപാട് ഉൾക്കൊള്ളുവാൻ രാധാകൃഷ്ണന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ബീനയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട്ടിൽ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞിരിക്കുന്ന രാധാകൃഷ്ണൻ പ്രിയപ്പെട്ടവർക്കെല്ലാം വേദനയാവുകയാണ്. 35 വർഷത്തെ ദാമ്പത്യമാണ് ഇതോടെ അവസാനിച്ചിരിക്കുന്നത്. ഇന്നലെ വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ബീന മരണത്തിനു കീഴടങ്ങിയത്. കൃത്യം 12 മണിക്കൂറിനിപ്പുറം ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ കോവൂരിലെ വീട്ടുമുറ്റത്ത് തുടങ്ങിയത്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖരാണ് ബീനയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും അവസാന നോക്ക് കാണുവാനും എത്തിയത്. ആയിരക്കണക്കിന് നാട്ടുകാരാണ് പ്രദേശത്തേക്ക് എത്തിയത്. കുരുത്തോലപ്പന്തലിലാണ് ബീനയുടെ മൃതദേഹം കിടത്തിയിരുന്നത്. വെള്ളപ്പുതച്ച് പൂമാലകൾ ചാർത്തിയ മൃതദേഹത്തിൽ കണ്ണീരോടെയാണ് റോബിനും പ്രിയപ്പെട്ടവരും നോക്കി നിന്നിരുന്നത്. അമ്മയ്ക്കരികെയുള്ള അവസാന നിമിഷങ്ങളിൽ ഹൃദയം പൊട്ടി നിൽക്കുന്ന റോബിനെ ഇതിനു മുൻപ് ഇത്രയും ഹൃദയവേദനയിൽ ആരും തന്നെ കണ്ടിട്ടേയില്ല. അമ്മയുടെ ചികിത്സാക്കാലത്തുടനീളം രോഗവിവരം അധികം ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. അടുത്ത ബന്ധുക്കളെ മാത്രമാണ് ഇക്കാര്യം അറിയിച്ചിരുന്നത്. സോഷ്യൽ മീഡിയയിൽ പോലും സജീവമായിരുന്നില്ല റോബിൻ ഈ സമയത്ത്. ജോലിയുടെ ഭാഗമായുള്ള അത്യാവശ്യ പോസ്റ്റുകൾ മാത്രമായിരുന്നു അദ്ദേഹം പങ്കുവച്ചത്. അമ്മയുമായി വളരെയധികം സ്നേഹബന്ധം പുലർത്തിയിരുന്ന റോബിന് മാത്രമല്ല, റോബിന്റെ സഹോദരിക്കും ഇത് താങ്ങാനാകാത്ത വേദന തന്നെയാണ്. അതിനെല്ലാം ഉപരി അച്ഛനാണ് ബീനയുടെ വേർപാടിൽ വിങ്ങിപ്പൊട്ടിക്കരയുന്നത്. ഇനിയും ഒരുപാട് കാലം രാധാകൃഷ്ണനൊപ്പം ജീവിക്കേണ്ടവളായിരുന്നു ബീന. എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ രോഗം ആ ദാമ്പത്യത്തിൽ വില്ലനാവുകയായിരുന്നു.